കാലം മുന്നോട്ട് കുതിക്കുമ്പോഴും ഫുട്ബോൾ ചരിത്രത്തിൽ ചില നിമിഷങ്ങൾ ഒരിക്കലും മാറാതെ നിൽക്കും. ഡാലസിലെ മൈതാനത്ത് ഓസ്ട്രിയക്കെതിരെ ലയണൽ മെസ്സി നേടിയ ആ ചരിത്ര ഗോൾ കണ്ടപ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സ് അറിയാതെ നടന്നുപോയത് 2017 ആ സുവർണ രാത്രിയിലേക്കാണ്. സാന്റിയാഗോ ബെർണാബുവിലെ നിശബ്ദമായ ആ മാന്ത്രിക ഗോളിലേക്ക്. ഒരേ ശൈലി, ഒരേ കൃത്യത, ഒരേ മനോഹാരിത. ഈ രണ്ട് ഗോളുകളും തമ്മിലുള്ള സാമ്യം ഫുട്ബോൾ എന്ന കഥയിലെ ഏറ്റവും മനോഹരമായ കവിത തന്നെയാണ്. സാന്റിയാഗോ ബെർണാബുവിൽ നടന്ന ആ എൽ ക്ലാസിക്കോ പോരാട്ടം ഓർക്കുക. മത്സരത്തിന്റെ അവസാന നിമിഷം. സ്കോർ ബോർഡ് 2-2 എന്ന നിലയിൽ നിൽക്കുമ്പോൾ ജോർദി അൽബ ഇടത് വിങ്ങിലൂടെ നടത്തിയ ആ കുതിപ്പ്, അയാൾ പെനാൽറ്റി ബോക്സിന്റെ അതിർത്തിയിലേക്ക് മറിച്ചു നൽകിയപ്പോൾ ഒരിളം കാറ്റ് പോലെ അവിടെ എത്തിയ മെസ്സി തന്റെ പ്രിയപ്പെട്ട ഇടംകാലുകൊണ്ട് പന്തിനെ മനോഹരമായി ഒന്ന് തൊട്ടു. പിന്നെ കണ്ടത് ആ പന്ത് ഗോൾ പോസ്റ്റിന്റെ ഒരു മൂലയിലാണ്. തന്റെ 500ാമത്തെ ക്ലബ്ബ് ഗോൾ തികച്ച ലയണൽ മെസ്സി ഗാലറിക്ക് നേരെ തന്റെ 10ാം നമ്പർ ജേഴ്സി ഉയർത്തിപ്പിടിച്ച് ആ ദൃശ്യം ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഐതിഹാസിക കാഴ്ചകളിൽ ഒന്നായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം 2026 ലോകകപ്പിൽ ഓസ്ട്രിയക്കെതിരെ വീണ്ടും അതേ മാന്ത്രികത നമ്മൾ കാണുന്നുണ്ട്. കളി തുടങ്ങി 9ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെങ്കിലും ഇതിഹാസങ്ങൾ ഒരിക്കലും തളരില്ലെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. 38ാം മിനിറ്റിൽ ഫക്കുണ്ടോ മെദീന ഇടതുഭാഗത്തു നിന്ന് നൽകിയ ആ പാസ് കൃത്യം 2017 ജോർദി അൽബ നൽകിയ അതേ കട്ട്ബാക്കിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇത്തവണയും ഒട്ടും പിഴച്ചില്ല. കാലം മാറിയിട്ടും ആ ഇടംകാലിന്റെ മൂർച്ചയ്ക്ക് ഒട്ടും കുറവില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു ഗംഭീര ഫസ്റ്റ് ടൈം ഫിനിഷിലൂടെ മെസ്സി പന്ത് വലയിലെത്തിച്ചു. സാക്ഷാൽ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡാണ് അതിലൂടെ തകർത്തത്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ഈ രണ്ട് ഗോളുകളും ഒരു കണ്ണാടിയിലെ പ്രതിബിംബങ്ങൾ പോലെയാണ് തോന്നിപ്പിക്കുന്നത്. ഇടതുവശത്തു നിന്നുള്ള കട്ട്ബാക്ക് പാസ്, കൃത്യസമയത്ത് ഓടിയെത്തുന്ന മെസ്സിയുടെ പൊസിഷനിങ്, ശരീരത്തിൻ്റെ ആംഗിൾ, അനായാസമായ നിയന്ത്രണം, ഇടംകാൽ കൊണ്ടുള്ള ആ സുന്ദരമായ വൺ ടച്ച് ഫിനിഷിംഗ്, ഇവയെല്ലാം ഒരേ അച്ചിൽ വാർത്തതുപോലെയാണ്. ഒന്ന് മാഡ്രിഡിന്റെ ഹൃദയം തകർത്ത് റയലിന്റെ മണ്ണിൽ പെയ്തിറങ്ങിയപ്പോൾ മറ്റൊന്ന് ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു. ഓസ്ട്രിയക്കെതിരെയുള്ള മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കളിയുടെ 95ാം മിനിറ്റിൽ ഓസ്ട്രിയൻ പടയുടെ പ്രതിരോധം ഭേദിച്ച് അർജന്റീനയ്ക്ക് ഒരു വിജയ ഗോൾ നേടേണ്ടതുണ്ട്. കാത്തിരിപ്പിന്റെ ഉദ്യോഗജനമായ നിമിഷത്തിൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ കാലുകളിൽ നിന്ന് ഒരു മാന്ത്രിക പാസ് ബോക്സിനുള്ളിൽ സഹതാരത്തെ തേടിയെത്തി. ആ പെർഫെക്റ്റ് ഫിനിഷർക്ക് അനായാസം ഗോളാക്കി മാറ്റാൻ കഴിയുന്ന മനോഹരമായ ഒരവസരമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഷോട്ട് ലക്ഷ്യം കണ്ടില്ല. ഗാലറി ഒന്നടങ്കം നെടുവീർപ്പിട്ട നിമിഷത്തിൽ ഒരത്ഭുതം പോലെ പന്ത് വീണ്ടും മെസ്സിയുടെ കാലുകളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. പന്ത് തിരികെ ലഭിച്ചെങ്കിലും മെസ്സിയുടെ മുന്നിലെ കാഴ്ച അതീവ ദുഷ്കരമായിരുന്നു. ഓസ്ട്രേലിയൻ പ്രതിരോധ നിരയിലെ 4 വമ്പൻ താരങ്ങളും അയാൾക്ക് മുമ്പിലുണ്ടായിരുന്നു. അവർക്ക് പിന്നിലായി ഗോൾ കീപ്പർ ഒരു ഇരുമ്പ് പോലെ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. പന്ത് കിട്ടിയ ഉടനെ ഗതികെട്ട് ഒരു അന്ധമായ ഷോട്ട് തീർക്കാൻ ആരെയും പ്രേരിപ്പിക്കുന്ന ആ സാഹചര്യത്തിൽ മെസ്സി തിരഞ്ഞെടുത്തത് തൻ്റെ സ്വതസിദ്ധമായ ആയുധമാണ്, ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ ട്രിബിളിംഗ്. മൈതാനത്തെ ഒരു ക്യാൻവാസാക്കി മാറ്റിക്കൊണ്ട് മെസ്സി തൻ്റെ കാലുകൾ കൊണ്ട് ഒരു കവിത രചിക്കാൻ തുടങ്ങി. തന്നെ വളഞ്ഞ 4 ഓസ്ട്രിയൻ ഡിഫൻഡർമാർക്കിടയിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പോലെ അയാൾ പന്തുമായി കുതിച്ചു. ഓരോ ചുവടിലും എതിരാളികളെ നിഷ്പ്രഭമാക്കി കാറ്റിന്റെ വേഗത്തിൽ അയാൾ പ്രതിരോധ കോട്ട തകർത്തുകൊണ്ടേയിരുന്നു. മുന്നിലെത്തിയ മെസ്സിയെ തടയാൻ ഗോൾ കീപ്പർ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് മുന്നോട്ട് കുതിച്ചെങ്കിലും അയാളെയും അതിവിദഗ്ധമായി കബളിപ്പിച്ച് പന്തുമായി മെസ്സി പോസ്റ്റിന് മുന്നിലെത്തി. ഒടുവിൽ ഒരു കലാകാരന്റെ പൂർണ്ണതയോടെ പന്ത് വലയിലേക്ക് നിക്ഷേപിച്ചു. നിശബ്ദമായിരുന്ന സ്റ്റേഡിയം ഒരു നിമിഷം ആ ആവേശത്തിന്റെ കൊടുമുടിയിലായി. ആരവങ്ങൾ ആഘോഷം മുട്ടി. വെറുമൊരു ഗോൾ എന്നതിലുപരി ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷമായ നിമിഷങ്ങളിലൊന്നായി ഇത് മാറി. അത്രമേൽ സ്പെഷ്യലായ ഒരു ഗോളായിരുന്നു അത്. അസാധ്യമെന്ന് തോന്നുന്നതിനെ യാഥാർത്ഥ്യമാക്കുന്നവനാണ് ലിയോണൽ മെസ്സി. ആ ഗോളിലൂടെ ഫുട്ബോൾ ലോകം കണ്ടതും അത് തന്നെയാണ്.
എതിരാളികളുടെ എണ്ണമോ പ്രതിബന്ധങ്ങളുടെ വലുപ്പമോ അയാളുടെ ഇതിഹാസ തുല്യമായ പ്രതിഭയ്ക്ക് മുമ്പിൽ വെറും കാഴ്ചക്കാർ മാത്രമായി മാറുന്നതിൻ്റെ ജീവിതമായ ഉദാഹരണമായിരുന്നു ഇത്. കാൽപന്ത് കളിയിലെ പച്ചപ്പുൽ മൈതാനങ്ങളിൽ ഇനി അവന് ഒന്നും തെളിയിക്കാൻ ബാക്കിയില്ല. ലോകം കണ്ട ഏറ്റവും മികച്ച ഇതിഹാസ താരം തന്നെയാണ് ലയണൽ മെസ്സി. ഒരു ഫുട്ബോൾ കളിക്കാരൻ സ്വപ്നം കാണുന്നതെല്ലാം തൻ്റെ മാന്ത്രികമായ ലോകകപ്പും ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള എണ്ണമറ്റ ബാലൻഡിയോർ പുരസ്കാരങ്ങളും ഇതിനോടകം തന്നെ അവൻ നേടിക്കഴിഞ്ഞു. ഇനി എന്താണ് അയാൾക്ക് നേടാനുള്ളത്? കാലം അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോഴും പ്രായം 39 എത്തി നിൽക്കുമ്പോഴും അവനിലെ പോരാളിക്ക് വിശ്രമമില്ല. പല ഇതിഹാസങ്ങളും ബൂട്ടയച്ചു വെക്കുന്ന ഈ പ്രായത്തിലും അവൻ മൈതാനത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. തളരാത്ത വീര്യവും അടങ്ങാത്ത ആവേശവുമായി അവൻ വീണ്ടും പന്തുമായി കുതിക്കുമ്പോൾ പ്രായമെന്നത് വെറുമൊരു അക്കം മാത്രമാണെന്ന് ലോകത്തിനു മുമ്പിൽ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇനി ഫുട്ബോളിൽ നേടാൻ ഒന്നും ബാക്കിയില്ല. പിന്നെന്തിനു വേണ്ടിയാണ് അയാൾ ഈ പൊരുതുന്നത്?